ഹലോ ഗൈസ്, ഇന്നത്തെ പോലെ തന്നെ ട്രെയിനും ബസ്സൊക്കെ പിടിച്ച് ഞാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹോമിയോ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ 5 രൂപയ്ക്ക് കാര്യം കഴിയും, ഫ്രീക്ക് മരുന്നും കിട്ടും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അമ്പലമൊക്കെ കണ്ടു കുറച്ച് ഭക്തിമാർഗ്ഗമാവാന്ന് കരുതി കാണുന്ന കടയിലൊക്കെ കയറി ഒന്നും എടുക്കാതെ ഇറങ്ങി. നമ്മൾ സ്വീകരിക്കാനായിട്ട് ഹോമിയോയിൽ വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി കുറച്ചു നേരം ക്യൂവിലൊക്കെ നിന്ന് അവസാനം നമുക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത്തിരി നേരം അതും വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ അകത്ത് കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടിപൊളി ഡോക്ടറായിരുന്നു, എല്ലാ കാര്യങ്ങളും തിരക്കായിരുന്നു, മരുന്നിനൊക്കെ എഴുതിയിരുന്നത്. മരുന്ന് വാങ്ങാൻ പോയപ്പോഴാണ് ഗൈസ് പറഞ്ഞത് കുപ്പിക്ക് വേറെ പൈസ, അവിടെ വേറെ പൈസ. മൊത്തത്തിൽ നിന്ന് ധനനഷ്ടം തന്നെയായിരുന്നു. വല്ല കഷായ ആശുപത്രിയിലാണ് പോയാൽ മതിയായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. നമ്മളെയും കാത്ത് പുഴുത്തിരുന്ന ആൾ പള്ളും പറഞ്ഞുകൊണ്ട് വരികയാണ്. പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കാൻ ഏറ്റവും ബെസ്റ്റ് കനോക്കുന്ന് മ്യൂസിയം ആണത്രേ. അപ്പം നമ്മൾ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വെച്ച് അവിടെ എന്തോന്നില്ല ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഉപ്പിലിട്ട സാധനമൊക്കെ വാങ്ങണമെന്നുണ്ട് ഗൈസ്, പക്ഷെ നമ്മൾ പൈസ ഹോമിയിൽ കൊടുത്തില്ലേ, പിന്നെ എങ്ങനെ വാങ്ങും? ഇന്നൊരുമാതിരി മങ്ങിയൊരു അന്തരീക്ഷമായിരുന്നു. അതുപോലെ എൻ്റെ ഫോൺ ഐഫോൺ ആയതുകൊണ്ട് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചോറ് കഴിക്കാനായിട്ട് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ ചോറൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. ഭയങ്കരമായ തീറ്റയായിരുന്നു. ചോറൊക്കെ തറയിലൊക്കെ വരിയിട്ട് അടി ഇട്ടുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി ഓടി വേറൊരു സ്ഥലത്ത് പോയിരുന്നു. കുറച്ചു നേരം ഫോൺ അവിടെ ഇല്ലാത്തതുപോലെ നമ്മൾ അഭിനയിച്ചു. കുറച്ചു നേരം ഫോണൊക്കെ വെച്ച് അവിടെ നിന്ന് കറങ്ങി. പിന്നെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനായിട്ട് 2 ടീംസ് വന്നിട്ടുണ്ട്. മണ്ടത്തരങ്ങൾ കേട്ടത് അവർ പോയി. കുറച്ചു നേരം പെണ്ണുങ്ങളെ പറ്റി 10 കുറ്റം പറഞ്ഞ് ലാസ്റ്റ് അടിയായി. കനകക്കുന്നിൽ ആരാ തുണിയൊക്കെ കഴുകി കാര്യമായി തന്നെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചിറാപുഞ്ചി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നടന്ന് തളർന്ന് കുറച്ചു നേരം അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. പാട്ട് കേട്ടോണ്ടുന്ന സാധനം എന്തോ താഴെ കിടക്കുന്നു. അങ്ങനെ നമ്മൾ അത് എടുക്കാൻ വേണ്ടി കമ്പൊക്കെ ഇട്ട് കുത്തി, ഒരു രക്ഷയും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ആളുകളെ വിളിച്ചു കൂട്ടാന്ന് വിചാരിച്ച് അവിടെ നിന്നതിലൊരു ചേട്ടൻ പോയി അപ്പുറത്തോടെ പോയി അത് എടുത്തിട്ട് വന്ന് കമ്പിട്ട് കുത്തിയ സമയത്ത് അത് അപ്പുറത്തോടെ പോയി എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ശ്രീലക്ഷ്മിയുടെ വക ചായയും കടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി നടന്ന് തളർന്ന അവസാനം ഇരുത്തയായി കിടത്തയായി ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ആരെയൊക്കെ ഇടിച്ചിടാനൊക്കെ പോണതാ. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു. അപ്പോൾ ഓക്കെ ബൈ.